ക്രഷിനെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് അട്രാക്ട് ആവും. ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത ശേഷം അവരോട് ചെന്ന് പ്രപ്പോസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, അതായത് അവർ നമ്മളെ നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കുക. അത് നീറ്റായിട്ട് ധരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൈലാണ്. അവരെ കാണുമ്പോൾ ഒരു ചിരി എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നല്ല ലിസണർ ആവാൻ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്തായാലും അവർ കുറേ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് സംസാരിച്ച് കൊള്ളമാക്കാതെ അവർക്ക് ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുത്താതെ. നിനക്കെന്താടാ വയ്യേ? എടാ അത് സജഷനൊക്കെ വന്നപ്പോൾ ചുമ്മാ കണ്ടു നോക്കിയാടാ. സജഷനാ? 24 മണിക്കൂർ കണ്ടോണ്ടിരുന്ന സജഷൻ വരാണ്ടിരിക്കുവോ? അല്ല, ഇത് നമ്മളെല്ലാരും കാണുന്നില്ലേ. ഇതിന് ഇപ്പോ ഇത് കണ്ടോണ്ടിരിക്കണ്. സത്യം പറടാ, സ്കൂൾ ആരെ സെറ്റാക്കാനാടാ? അച്ഛേ സ്കൂളിലാ? നമ്മുടെ സ്കൂളിൽ ആരെ സെറ്റാക്കാനാടാ? നീ പറഞ്ഞോ, എല്ലാ ക്ലാസ്സിൽ എല്ലാം പറഞ്ഞ് നാറ്റിക്കും. എടാ ഞാൻ പറയാ. നീ തീർന്നടാ, നീ തീർന്ന്. സത്യമായിട്ടും പറയാടാ. പറയാൻ കൊള്ളാല്ലേ? എന്താ ഈ പറയുന്നേ? രണ്ട് കള്ളന്മാരെ കൊടുക്കയിൽ ഒന്ന് പോയടാ. കളിക്കടാ തുടങ്ങിയല്ലേ ജിഷിനെ? അതെ, അടുത്തണ്ടി നീ ബുക്ക് വായിക്കണോ? എടാ എക്സാം അല്ലേ, ഏതാ കോപ്പി പഠിക്കാൻ നോക്കിയാണ്. എന്നാ 2 തൊണ്ടി എനിക്ക് എഴുതിക്കോ. കളി എടാ എനിക്കിവിടെ ചെറിയൊരു ഇഷ്ടമുണ്ടെന്നേ ഉള്ളൂ. അതെനിക്കറിയാം. പക്ഷെ നിനക്കൊക്കെ എങ്ങനെ പെണ്ണിട്ടാനാണ്? ഇത്രയും ദാരിദ്ര്യം പിടിച്ച പെൺപിള്ളേര് നമ്മളെ സ്കൂളിലുണ്ടാ? അതുകൊണ്ട് നടക്കാത്ത കാര്യം പറയണ്ടല്ലോ. ശരിയാണ്. പക്ഷെ നിന്റെ മനസ്സിൽ ആരെ കണ്ടുപിടിക്കാനായിട്ട് എനിക്കൊരു സമാധാനം കിട്ടണില്ല. ഞാൻ പറയില്ല. ആണാ? നീ സ്കൂളിലോട്ട് വാ, അല്ലേ വേണ്ട ഇവിടെ നിൽക്കട്ടെ. ജാൻവി എടാ ഞാൻ പറയാം, സത്യമായിട്ടും പറയാം. എടാ അവളെ നല്ല സീനാവൂടാ. എടാ നീ പറഞ്ഞോ, നമുക്ക് സെറ്റ് ചെയ്യാ. ഞാൻ പറയൂല. എടാ അരുണേ, നിഹാലിന്റെ കാര്യമാണോ? ഇവനും ആ ജാൻവിയും കൂടി ഇഷ്ടത്തിലാടാ. രണ്ടുപേരും രഹസ്യമാക്കി വെച്ചേക്കനാണ്. പോയാടാ. നിന്നെ കൊണ്ട് എങ്ങനെയാടാ ഞാൻ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നു? ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ചിലപ്പോൾ ഇവനെ കൊണ്ട് പറ്റും. അവളെന്നെ നല്ല കമ്പനിക്കാരിയാടാ. അവനെന്താ? അവൻ എന്തായാലും വരട്ടെ, നമ്മുടെ ജന്മയല്ലേ. നീ വിഷയത്തിൽ തന്നെ മാറില്ല. ആളാരാന്ന് പറ. ജാൻവി. ആ ജാൻവി ഇതായിരുന്നു. ആ അതല്ല, എനിക്ക് ജാൻവി ഇഷ്ടാ. നമ്മുടെ ജാൻവിയെ? ജാൻവി ജാൻവി ജാൻവിനെ ചത്തലും പറഞ്ഞ നിന്റെ എവിടെ വെള്ളം പിടിക്കുക. അയ്യേ പോടാ. ചില സ്വപ്നങ്ങൾ അങ്ങനെയാടാ, പറയാൻ പേടിയും. സ്വപ്നം താജ്മഹലും ആയിരിക്കും. ആ ജാൻവി, എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? മൊത്തത്തിലൊരു ഊള ലുക്കുണ്ട്. ഓടാ. സത്യം, ഇവനോട് വെച്ച്. മുക്കുത്തിയല്ലേ? ആ അതാ മൂക്കുത്തിയ. ആ അപ്പൊ അതാണ് ഊളെടുക്കുന്ന രഹസ്യം. കാര്യം സാപ്പി കുഞ്ഞാ, രഹസ്യക്കാര് 2 പേരുണ്ടല്ലോ. ജാൻവി, നമ്മക്കും അറിയാട്ടാ. എന്താ കാര്യം? അത് പിന്നെ എന്താന്ന് വെച്ചാലേ, ഈ ജിഷിനെ ഓർത്തിരിക്കണത് നീ ഇയാളുടെ ഇഷ്ടത്തിലാണ്. എന്ത്? നമ്മുടെ പ്രസിഡൻസ് അല്ലേ? ആ അതുകൊണ്ട് അവരോർത്തിരിക്കണ ഇഷ്ടത്തിലാണ്. പുറത്തു വരാതെ മറച്ചു വെച്ചേക്കുന്നു. അതിനെന്തിനാ നീ എന്നെ മാറ്റി നിർത്തി സംസാരിക്കുന്നേ? അത് നീ അവനെ നോക്ക്. എന്താ ടെൻഷൻ? ഏയ് ടെൻഷനൊന്നുമില്ല. അവൻ ആരാടെ പേടിക്കുന്നേ? എന്നെയാണോ? അവ എങ്ങനെയാണ്? ചെറിയ കാര്യത്തിൽ നല്ല ടെൻഷനാണ്.
നീ ആരെയാടെ പേടിക്കുന്നേ? അതെ, 6-ന്റെ അപ്പുറം ഔട്ടാണെങ്കിൽ നേരത്തെ പറയണം. അങ്ങനെയാണെങ്കിൽ മുട്ടി കളിക്കാനായിരുന്നു. 6-ന്റെ അപ്പുറത്തൊന്നും ഔട്ടൊന്നുമില്ല. നിനക്ക് കളിക്കാറിയാൻ കളിച്ചാൽ മതി. ഇവനെന്താ കുരിശടിക്കുന്ന? പറ്റത്തില്ല, ഇറങ്ങി പോടാ. ഇതാരീ നേരത്ത്. ജാൻവി. ആ ജാൻവി പറ. ആ, നീ എവിടെയാടാ? ക്രിക്കറ്റ് കളിക്കുന്നത്. ആണോ? ഞാൻ വീട്ടില. ആ, എന്തെന്തു പറ്റി? എന്താ വിളിച്ചേ? എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ആ, നീ കാര്യം പറ, നീ പേടിക്കാതെ. എന്നോടല്ലേ പറയണേ? എടാ, അതുണ്ടല്ലോ, അത് നിന്നോട് പറയാനല്ല പേടി. അരുണോ, അവനെന്താ ഇതിനെ ചെയ്തേ? ഒരു മിനിറ്റ്. അത് സാമേ ഇല്ല വെച്ചിട്ട് പോ. അരുണിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. എനിക്ക് പറയാൻ പേടിയാ. ഹലോ. എടാ, നീ എന്താ സ്റ്റാച്ച് കളിക്കുന്ന? എടാ, ബോളരുമാരെ ഞാൻ കളിയോട് നിൽക്കണ്. കൊന്നോളാ കോപ്പേ, എനിക്കല്ല വിഷമമുണ്ട്. വിഷമോ? എടാ, നീ എന്തിനാടാ വിഷമിക്കുന്നത്? പാവം ഞാൻ പോവാ. എടാ, ഒറ്റ ബോൾ എറിഞ്ഞാട്ടാ, ഒറ്റ ബോള്. നീ പോടാ. എടാ, ബോൾ എന്തിനാ പോടാ? എന്നാട്ടോ അരുണിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഞാനെന്തിനാ വിഷമിക്കണേ? എന്നെ അവൾ അറിയിക്കുന്നില്ല. എടാ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കല്ല വിഷമമുണ്ട്. നിനക്ക് മനസ്സിലാവും എൻ്റെ വിഷമം. പാവം ഞാൻ. ഇന്നലെ ഞാൻ ഹാഫ് അടിച്ചെന്നേ. സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി. പിന്നെ എന്ത് പറ്റിയാടാ? എനിക്കൂടെ പറഞ്ഞാടേ, നീ മൈൻഡാക്കാത്ത. ഡാ നിഹാലേ, നീ ആ കാര്യം അരുണിനോടൊന്ന് പറയുവോ? എന്താ? എടാ, ഞാൻ എങ്ങനെ പറയാ? ഇഷ്ടല്ലേ പറയണേ, അതിനിപ്പോ എന്താ? ഇല്ലടാ, അത് പറ്റില്ല. എന്താന്ന് വെച്ചാ നീ ഒരു കാര്യം ചെയ്, നീ പറയോ? ഞാൻ പറഞ്ഞ ശരിയാവില്ല. ഇല്ലടാ, ശരിയാകും, പറയടാ. ഞാനിപ്പോ എങ്ങനെയാ പറയാ? ആ, സാരയില്ല, ചില സ്വപ്നങ്ങൾ അങ്ങനെയാടാ. പറയാൻ പേടിയും സ്വപ്നം താജ്മഹൽ ആയിരിക്കും. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആരാടാ നിന്നെ താജ്മഹൽ തുറക്കുന്ന സ്വപ്നം? മുഖത്ത് നോക്കട തെണ്ടി. അരുണല്ല എന്നോട് പറഞ്ഞു നിനക്ക് താജ്മഹലൊക്കെ വലിയ സ്വപ്നം ഉണ്ടെന്ന്. ഞാനാണോടാ സ്വപ്നം? ആയിരുന്നു. ഇപ്പൊ ഇല്ലേ? ഓ, അരുണിന് ഇഷ്ടാന്ന് പറഞ്ഞപ്പം എന്താ മോട്ടിവേഷൻ ആയിരുന്നു. ഇനി പറയാനുള്ളത് പേടിക്കാതെന്ന് പറഞ്ഞേ. എനിക്ക് ഇനി ഇഷ്ടമാണ്. നിഹാലേ, നീ വരുന്നില്ലേ? വാടാ.